ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2 രൂപയുടെ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വേനൽ ചൂടിന് ശരീരവും മനസ്സൊക്കെ തണുപ്പിക്കാൻ 2 രൂപയുടെ കോഫി പൗഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇത് ഐസ് ക്യൂബ്സും അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ബ്ലെൻഡർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ബ്ലെൻഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഏത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഐസ് ക്യൂബ്സ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആദ്യം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മൂന്ന് ടീസ്പൂൺ ഷുഗറാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഈ കോഫി ക്രീം അതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കുറേ കൂടെ തിക്കായിട്ട് വേണമെങ്കിൽ ഐസ് ക്യൂബിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ് കേട്ടോ. അതല്ല നിങ്ങൾക്ക് കൺസിസ്റ്റൻസി കുറച്ചും കൂടെ വാട്ടറി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ്സിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടെ ഞാൻ കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസിയിലാണ് കോഫി ക്രീം റെഡിയാക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ ഐസ് ക്യൂബ്സ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കോഫി ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കിഡിലൻ കോൾഡ് കോഫിയാണ് കേട്ടോ. കോൾഡ് കോഫി റെസിപ്പിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ടുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കൂൾ ബാറിലൊക്കെ റെഡിയാക്കുന്ന പോലെ നല്ല കിഡിലൻ കോൾഡ് കോഫിയാണ് ഞാനിവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സെർവിങ് ഗ്ലാസ്സിൽ ഞാനിതുപോലെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചോക്ലേറ്റ് സിറപ്പാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ ഗ്ലാസിൻ്റെ സൈഡിലേക്കൊക്കെ ആയിട്ട് ചോക്ലേറ്റ് സിറപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോഫി ക്രീം ഒരു 3 ടീസ്പൂൺ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തിളപ്പിച്ച ആറിയ പാല് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ച പാല് ഇതുപോലെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല തണുത്ത പാല്, ഫ്രിഡ്ജിൽ വെച്ച പാല് വേണം ഉപയോഗിക്കാനായിട്ട്. നമ്മളിവിടെ റെഡിയാക്കുന്നത് കോൾഡ് കോഫി ആയതുകൊണ്ട് നല്ല ചില്ലെന്നുള്ള പാല് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ്, കുറച്ചും കൂടെ മധുരത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരിയും കൂടെ ഷുഗർ ചേർത്ത് കൊടുക്കാവുന്നതാണ് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ. മിൽക്ക് മെയ്ഡ് ആകുമ്പോൾ കുറേ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിവിടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ റെഡിയാക്കിയ കോഫി ക്രീം കുറച്ചും കൂടെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ചോക്ലേറ്റ് സിറപ്പ് കുറച്ചും കൂടെ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വേനൽ ചൂടിന് നല്ല കിഡിലൻ കോൾഡ് കോഫി എല്ലാവർക്കും വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. കൂൾ ബാറിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നല്ല കിഡിലൻ കോൾഡ് കോഫി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.